ഒരു 1.5-ക്കുള്ള വകുപ്പായിട്ടുണ്ട്. രാവട്ടോ എവിടേക്കാ തിരക്കിട്ടിട്ട്? മോളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ഞാനടി ചെല്ലട്ടെ. ഒരു കാര്യം പറഞ്ഞോട്ടെ, വൈകിട്ട് കാണാം. പിന്നെ കാണാം. അതും പോയി. വേറെ നോക്കാം. എന്താ ഇത്? മോളെ മാളു, എവിടെ ഇവരൊക്കെ? സിന്ധു, തപാല്. എന്റെ സിന്ധു, ആ സിറ്റോട്ടൊക്കെ ഒന്ന് നേരാക്കിയിട്ടൂടെ നിനക്ക്? ഞാൻ ചെയ്താൽ മാത്രമേ ആവുള്ളൂ, എല്ലാവർക്കും ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാനാ? ഇന്നലെ രാത്രിയാണ് അവര് വിളിച്ചു പറഞ്ഞത് ഇന്ന് രാവിലെ വരുമെന്ന്. അല്ല, അപ്പൊ നിങ്ങക്ക് ചെക്കനെ പറ്റി ഒന്നും അറിയില്ല? എനിക്കൊന്നും അറിയില്ലടോ. വല്ല ചാത്തനോ പോത്തനോ ഒക്കെ ആവാണ്ടിരുന്നാ മതി. എത്ര പറഞ്ഞാലും ഇവര് അടക്കി ഒതുക്കി വെക്കില്ല ഒന്നും. വിളിച്ചോ അച്ഛാ? നിനക്കെങ്കിലും ഇതൊന്ന് അടക്കി ഒതുക്കി വെച്ചൂടെ എന്റെ മോളെ? ചേച്ചി റെഡിയോ മോളെ? ചേച്ചി കണ്ണാന്റെ മുൻ തന്നെയാ. മോളൊന്ന് ചെന്ന് നോക്ക്. ഇതാണോ വീട്? ഇവിടെ വണ്ടിയൊന്നും വരില്ലല്ലോ. ഇത് കണ്ട് ബേജാറാവണ്ട. ഇതിന്റെ മേലെ കൂടി അയവ വരുന്നു. ഈ വീട്ടിന്റെ മേലെ അതിന്റെ മുകളിലേക്ക് റോഡ് വരെ മയില്ലാന്ന്. ഇവിടെ നിന്ന് ആരെ കാണാനില്ലല്ലോ. വരൂ വരൂ, ഇരിക്കൂ. ചേച്ചി, ചെക്കനെ കാണാൻ മമ്മൂട്ടിനെ പോലെ ഉണ്ട് ശരിക്കും. അല്ല, വാസു വന്നില്ലേ? ഇല്ല, അതാ എന്നെ വിട്ട്. ആരാ പയ്യൻ? മോന്റെ പേരെന്താ? സുമേഷ്. അപ്പൊ ഇതെന്റെ കൂട്ടുകാരനാ. അല്ല, രാഘവന്റെ സ്വന്തം വീടല്ലത്. ഇത് വാടക. 9 വർഷമായിട്ട് ഞാനിവിടെ കമ്പനിയിലായിരുന്നല്ലോ. പിന്നെ സ്വന്തം വീട് പോലെ തന്നെയാ. മക്കളൊക്കെ ജനിച്ചത് ഇവിടെയാ. പക്ഷെ നാട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. രാഘവേട്ട എത്ര കുട്ടികളാ? എനിക്ക് 2 പെൺമക്കള്. മൂത്തവളെ BA വരെ പഠിപ്പിച്ചു. രാഘവേട്ട, മോളെ വിളിക്ക്. ഇവർക്ക് പോയിട്ടേ കുറച്ച് തിരക്കുണ്ട്. ശരി. മോളെ അനു. അനുശ്രീ എന്നാണ് പേര്. ഞങ്ങള് അനുന്ന് വിളിക്കും. ഓമന പേരാ. മോളെ. മോനെന്താ ജോലി? ഓനെന്തിനാ ബസ് ഡ്രൈവർ. ഒന്നിങ്ങോട്ട് വന്നേ. നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടോ? ഒരു മിനിറ്റ്. പോരാ, ഉറപ്പിക്കാൻ തന്നെയാ. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഡ്രൈവർമാരെയും കൂലിപ്പണിക്കാരെയും ഒന്നും വേണ്ടാന്ന്? അല്ല അച്ഛാ, BA വരെ പഠിച്ച എനിക്ക് കണ്ട ഡ്രൈവർമാരെയാണോ കണ്ടുവച്ചിരിക്കണേ? ഇറങ്ങി പോവാൻ പറയാ അവരോട്. അതും തൂക്കി. ഇത് റബ്ബർ കഷ്ണല്ല, ജിലേബിയാണ്. മനുഷ്യനെ നാണം കെടുത്താൻ ഈ ബാബുവിനെ ജില്ലാ കളക്ടർ വരും. പറ്റൂല. നാണം കെടുത്തി പോരാ.
പോലെ 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 നേരെ പിടിക്ക്. ജാഗ്രത. ആ, പോ, 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 പോ. പോ, പോ. അവിടെ ടിക്കറ്റ്. ബാഗിലുണ്ട് കേട്ടോ. ചില്ലറ 2 രൂപ. അമ്മ പറഞ്ഞപ്പോഴേ എടുത്തു വെച്ചു. എവിടെ ടിക്കറ്റ്? ടിക്കറ്റ് അവിടെ ടിക്കറ്റ് 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 ഇവിടെ കൊടുത്തോ? ബാഗിലുണ്ട്. ആ ഇവിടെ 4 രാമനാഥ് 4 ഇതും ഇതും. ആ ടിക്കറ്റ് പിടി. സുമേഷേ, നമ്മളെ പണ്ടത്തെ ബി എ കാര്യണ്ട് വണ്ടിയിൽ നോക്ക്. അത് കണ്ടോ? ഇപ്പോഴാണ് അവള് നമ്മൾ എത്താറായോ? എത്താറായോ? ആ എത്താറായി. നാലിനടുത്താണോ നമ്മള് പോകുന്നത്? ലാസ്റ്റാണ്. ഇറങ്ങി ഇറങ്ങോ. വേ നോക്ക്. ഇറങ്ങ 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 എല്ലാരും ഇറങ്ങ. വാ മക്കളെ പോകാം. ഓ മാളു ചമ്മി. ആ ഞാൻ കണ്ടതാ. അങ്ങനെ അങ്ങോട്ട് പോയാ നീ നടക്ക്. ആ ശരിയാ. ശരിയാണ്. രാഘവേട്ടോ? അതെ. രാഘവേട്ടനല്ലേ? അതെ. ആ വരുന്നയാളെ മനസ്സിലായോ? സുമേഷ് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ മോളെ പെണ്ണ് കാണാൻ വന്നിരുന്നു. ഓ മനസ്സിലായി മനസ്സിലായി. ഇത് രാഘവേട്ടൻ. നീ ഇപ്പോഴും ഡ്രൈവറാണല്ലേ? അതങ്ങനെയാ. ഈ ഡ്രൈവർമാര് എന്നും ഡ്രൈവറാ. അവർക്ക് വല്ല പ്രമോഷനോ പുരോഗമനോ ഒന്നും ഉണ്ടാവില്ല. ചേട്ടോ, ഇത് വെറും ഡ്രൈവർ അല്ല, ഞങ്ങളുടെ മുതലാളിയും കൂടിയാ. അല്ല, ചേട്ടന്റെ മോളുടെ വിവാഹം കഴിഞ്ഞോ? ഇല്ല, പറ്റിയതൊന്നും വന്നില്ല. ജില്ലാ കളക്ടർമാർക്കൊന്നും ഒരു ഒഴിവും ഉണ്ടായിട്ടുണ്ടാവില്ല. സുമേഷിന്റെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞില്ല കേട്ടോ. സുമേഷിന്റെ ഭാര്യ വക്കീലാ. കല്യാണം കഴിയുമ്പോ ബി എ കാരിയായിരുന്നു. സുമേഷ് പഠിപ്പിച്ച് വക്കീലാക്കി. ഡ്രൈവർമാരെയും വണ്ടിപ്പണിക്കാരെയും ബി എ കാരിയായി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിടുമ്പോ സുമേഷിന്റെ വിദ്യാഭ്യാസം നിങ്ങൾ ചോദിച്ചില്ല. നിങ്ങളുടെ മോള് ബി എ കാരിയായിരുന്നെങ്കിലേ സുമേഷ് എം എ കാരനായിരുന്നു. വേറെ ജോലി സാധ്യത ഒരുപാടുണ്ടായിട്ടും ഈ ജോലിയോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് സുമേഷ് ഈ ഡ്രൈവർ ജോലി തെരഞ്ഞെടുത്തത്. ചേട്ടാ, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്താലേ നല്ലത്. അതാണ് ഞാനിത് തെരഞ്ഞെടുത്തത്. അത് മാത്രല്ല ചേട്ടാ. മതി, അവിടെ പോ. സോറി മോനെ. സോറി ഒന്നും പറയണ്ട ഏട്ടാ. നിങ്ങളുടെ മകൾക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിൽ അത് പറയാമായിരുന്നു. അതിന് പകരം എല്ലാ ഡ്രൈവർമാരും മോശമാന്ന് പറഞ്ഞത് അത് ശരിയല്ല. ചേട്ടൻ ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്ത് 80% ഡ്രൈവർമാരാ. പിന്നെ ഈ ജോലിയെ അത്ര സിമ്പിളായിട്ട് കാണണ്ട. കാരണം മനുഷ്യന്റെ ബുദ്ധിയും കണ്ണും കാതും കൈകാലുകളും ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ജോലിയാണ് ഡ്രൈവർ ജോലി.
ഏത് മനുഷ്യനും ഏത് ആവശ്യത്തിനും ഒരു ഡ്രൈവർ ആവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മുന്നിലെത്തിക്കാൻ എത്ര ഡ്രൈവർമാർ ഓർക്കൊഴിഞ്ഞു കാണും. നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്ത് സംഭവിച്ചാൽ ഉടനെ ഒരു ആംബുലൻസ് വിളിക്കും. അതിന് വരുന്നതും ഒരു ഡ്രൈവറാണ്. അവൻ അവന്റെ ജീവൻ വില കളിപ്പിക്കാണ്ട് മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറക്കുന്നു. അതാണ് ഡ്രൈവർ. ആ ഡ്രൈവറെ നിങ്ങൾക്ക് പുച്ഛല്ലേ?